ടുഡേ ഇസ് എ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ സിമ്പിൾ ഔട്ടിംഗ് ഇൻ പാലക്കാട്. 10 മിനിറ്റിൽ തീരും. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് വാച്ച്. കാലാവധി കഴിയാനായി. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോയാലോ? ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീൻ ആണ് ഇടുക. ഞാൻ മോയ്സ്ചറൈസർ ഒന്നും ഇടാറില്ല, ബിക്കോസ് ഓൾറെഡി എൻ്റെ സ്കിൻ ഒരു എണ്ണപ്പാടാണ്. പിന്നെ മോയ്സ്ചറൈസറും കൂടി ഇട്ടാനുള്ള കാര്യം പറയണ്ടല്ലോ. സോ ഞാൻ ഡയറക്റ്റ് സൺസ്ക്രീൻ ആണ് ഇടുക. വെയിലുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇടില്ല. അത് കഴിഞ്ഞ് ഞാൻ ബ്രൈറ്റനിങ് ക്രീമാണ് ഇട്ടത്. ഈ ഡ്രസ്സ് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ മിക്ക ഡ്രസ്സസും ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റുഡിയോ നിന്നാണ് എടുക്കുക. സെഹ്മസ് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് ഞാനിത് ചെറുതായി കഴിഞ്ഞാൽ അവൾക്കിത് കൊടുക്കണം, അവൾക്ക് വേണം എന്നൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ലിപ് ബാം ആണ് ഇട്ടത്. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. നമ്മൾ ഈ ലിപ്സ്റ്റിക് കുറച്ച് ഹെവി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ധാരണയുണ്ട് നമ്മൾ ഹെവി മേക്കപ്പ് ആണ് ചെയ്യുന്നത്. പക്ഷെ കണ്ടില്ലേ, നമ്മൾ ഇത്രേ ചെയ്യാറുള്ളൂ. ഇറ്റ്സ് ബിക്കോസ് വി ആർ ജസ്റ്റ് കൺസേൺഡ് അബൌട്ട് പ്രസന്റിങ് ആസ് വെൽ. അത് കഴിഞ്ഞ് പിന്നെ ഐലൈനർ ഇട്ടേ. ഇതാണ് ടാസ്ക്. ഈ ഒരു കണ്ണ് പോലെ മറ്റേ കണ്ണും എനിക്ക് വരണം. അത് വല്ലാത്തൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചിട്ടാണ് ഇടുക. അങ്ങനെ പതുക്കെ ഇട്ടിട്ട് ഫൈനലി അത് സെയിം ആയി ഗൈസ്. എനിക്കിങ്ങനെ ഫസ്റ്റ് ട്രയൽ തന്നെ സെയിം ആയതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് ഇത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഹൈലൈറ്റർ ആണ് ഇട്ടത്. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ കസിൻസ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ വാങ്ങും, എന്നിട്ട് സക്സസ് ആയാൽ അത് ബാക്കിയുള്ളവർ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുങ്ങുക. എനിക്കറിയാം ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.